എന്താ അമ്മേ പ്രശ്നം? എന്തു പറയാനാ? ഇപ്പോഴും കേട്ടു ആ സ്ത്രീയുടെ നാവിന്ന് ചീത്ത. അവര് ചീത്ത വിളിച്ചോ? എന്ന് വെച്ചാ ഒരുമാതിരി കളിയാക്കലും ശകാരവും ഭീഷണിയും. അമ്മയുടെ നാക്കിനെന്താ റെസ്റ്റ് കൊടുത്തിരിക്കായിരുന്നു? അവരോരോന്ന് പറയുമ്പോ 4 അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലടാ. ആ സ്ത്രീ കയറി വന്നതോടെ പല അർത്ഥത്തിലും നമ്മളിവിടെ ഒറ്റപ്പെട്ടിരിക്കുക. അവരിപ്പോ എന്തു പറഞ്ഞാലും പ്രതാപനൊന്നും മിണ്ടുന്നില്ല. അവനാളാകെ മാറിന്നാ തോന്നുന്നേ. ആ ശേഖരനാങ്ങളെയും ഭാര്യയും അല്ലെങ്കിൽ അമ്മയ്ക്കെതിരാണല്ലോ. അവരെതിരാവുന്നതിന് കാരണം വേറെയാ. ഇവിടുത്തെ ചില എസ്റ്റേറ്റുകളിലെ ഇവൻ കേറി ആള് കളിക്കുന്നതിന് ഞാൻ എതിരാണല്ലോ. അല്ലെങ്കിലും അയാൾ ആളത്ര ശരിയല്ല. സത്യം പറഞ്ഞ ഇവിടെ ഇപ്പൊ അമ്മയ്ക്കും എനിക്കും യാതൊരു റോളും ഇല്ല. കഥയില്ലാത്ത കഥാപാത്രങ്ങളാ നമ്മള് രണ്ടും. ഒരഭിപ്രായവും പറയാൻ പറ്റില്ല. പറഞ്ഞ ആ കിളവിയുടെ പരിഹാസം. ഇങ്ങനെ ഫ്രീഡം അല്ലാത്ത വീട്ടില് എന്തിനു ജീവിക്കുന്നെന്ന് എന്റെ ചോദ്യം. നമുക്ക് നമ്മുടെ വഴി നോക്കി പോവാം, അതാ നല്ലത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അങ്ങനെ കൈയും വീശി ഇറങ്ങി പോവാൻ പറ്റുമോ? പ്രതാപന്റെ പേരിലുള്ള ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും എന്റെ ബുദ്ധിയും തന്ത്രവും കൊണ്ടാ ഇപ്പോഴും നിലനിൽക്കുന്നേ. ഇത് മുഴുവൻ നിന്റെയോ എന്റെയോ പേരിൽ വരാതെ ഞാൻ എവിടേക്കും വരില്ല. അതൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിലേ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. അല്ല, ഇപ്പൊ അവിടെ എന്തായിരുന്നു ഹോളിൽ ഡിസ്കഷൻ? അതാ എന്റെ അടുത്ത ടെൻഷൻ. എന്താ? എടാ, രാജുവിനെയും ഋതികയും ആ സരസ്വതി സൂര്യമംഗലം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണെന്ന്. അതിന് ഋതിക ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, അവളെ വിളിക്കാനേ സരസ്വതി രാജുവിനെ അയച്ചിരിക്കുക. എന്തിനായിരിക്കും അവരിത്ര പെട്ടെന്ന് അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നേ? അവര് കൂട്ടിക്കൊണ്ട് പോട്ടെ അമ്മേ. അതിന് അമ്മ ഇങ്ങനെ വീടാവുന്ന എന്തിനാ? ഞാൻ വറീടാവുന്നതിനെ ചില കാരണങ്ങളുണ്ടടാ. എന്ത് കാരണം? അതൊന്നും നീ അറിയാൻ സമയമായിട്ടില്ല. എന്ത് ഞാൻ ചോദിച്ചാലും അപ്പ പറയും അത് നീ അറിയാൻ സമയമായിട്ടില്ല. എന്നാ എപ്പോഴാ ഞാനിതൊക്കെ അറിയാം? എനിക്ക് മനസ്സിലാവുന്നില്ല.